മന്ദാകിനി മൂവി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പം എങ്ങനെയുണ്ട് പടം? പറയാം. കല്യാണ രാത്രി പെണ്ണ് അബദ്ധത്തിൽ വെള്ളമടിച്ച് അലമ്പുണ്ടാക്കുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. നമ്മൾ മുമ്പ് കുറേ പടത്തിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് സ്റ്റോറിയാണിത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കി സിനിമയിലൊക്കെ ഒരു സീക്വൻസിൽ തീരേണ്ട സാധനമാണ് ഇവരൊരു ഫുൾ ലെങ്ത് സിനിമയാക്കി എടുത്തു വെച്ചിരിക്കുന്നത്. എന്നാൽ അതിനുള്ളത് സിനിമയിലുണ്ടോ? അതുമില്ല. മൂവി സ്റ്റാർട്ട് ചെയ്ത് ആ ടേണിംഗ് പോയിന്റ് എത്തുന്നവരെ കുറച്ചൊക്കെ അവിടെയും ഇവിടെയും ചിരിക്കാനുണ്ട്. ബട്ട് ടേണിംഗ് പോയിന്റ് വന്നതിന് ശേഷം നമ്മൾ തന്നെ ആലോചിച്ചു പോകും, അവള് വെള്ളം അടിച്ചു, ഇനിയിപ്പോൾ എന്താ? ബട്ട് കഥ അങ്ങ് മുന്നോട്ട് പോകുന്നേ ഇല്ല. ചുമ്മാ ഒരു ആവശ്യമില്ലാത്ത അവിഞ്ഞ കോമഡി സീൻസും കാണിച്ച് അവിടെ തന്നെ ഇരുന്ന് ടൈം കളയാണ്. കഥ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ടതിന് പകരം അവർ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള വേറെ പല സീൻസും കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലൊരു സംഭവം മാത്രം ഞാൻ പറയാം, എന്നിട്ട് നിങ്ങൾ തന്നെ പറ ഇതിലെ ലോജിക്ക് എന്താണെന്ന്. വെള്ളം അടിച്ച് പെണ്ണ് അലമ്പുണ്ടാക്കുന്നതുകൊണ്ട് ചെക്കൻ്റെ അമ്മ പെണ്ണിൻ്റെ പേരൻസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് പെണ്ണിൻ്റെ പേരൻസ് വരുന്നു, കരഞ്ഞ് സീനാക്കുന്നു. അപ്പം ചെക്കൻ്റെ അമ്മ പറയാണ്, കുഴപ്പമില്ല, ആ പെണ്ണെൻ്റെ മോളാണിപ്പോൾ, നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം, എന്നാൽ നിങ്ങൾ വിട്ടോ. അപ്പം പിന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ത് തേങ്ങയ്ക്കാ? കഴിഞ്ഞില്ല. എന്നിട്ട് ഇതേ അമ്മ ആ പെണ്ണിനെയും കൂട്ടി പെണ്ണിൻ്റെ പേരൻസിനെ വീണ്ടും കാണാൻ അവരുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു. എന്നിട്ട് 2 വണ്ടി നിറയെ ആൾക്കാരുമായിട്ട് അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്ത് ലോജിക്കില്ലാത്ത സംഭവമാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് സ്ലാപ്സ്റ്റിക് കോമഡിയും കൂടെ ചേർത്ത് കൊഴിപ്പിച്ചങ്ങോട്ടെടുത്ത് ആകെ കൂടെ വെറുത്തു പോയി പടം കണ്ടു തീർന്നപ്പോഴേക്കും. ഞാൻ ഈ പടം കാണാൻ മെയിൻ റീസൺ ഇതിലെ ഹീറോ അൽത്താഫും പിന്നെ ഒരു ഫേമസ് യൂട്യൂബറുടെ പോസിറ്റീവ് റിവ്യൂ കണ്ടുകൊണ്ടുമാണ്. പുള്ളിക്ക് ഇത് ഇഷ്ടമായി, ബട്ട് എനിക്കിഷ്ടമായില്ല. എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക്. നിങ്ങളും വേണമെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്ക്. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻസിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാനേ അടുത്ത പടം കണ്ടേച്ചും വരാം. അപ്പം ശരി.